തശ്തർതു മാദാ, എന്താണ് നിനക്ക് വേണ്ട വ്യവസ്ഥ? എന്റെ കൈ പിടിച്ച് ഉടമ്പടി ചെയ്യുമ്പോൾ അംറേ വ്യവസ്ഥയാണ് ആഗ്രഹിക്കുന്നത്. ഖാൽ അംർ ഇബ്നുൽ ആസ് മറുപടി പറഞ്ഞു റളിയല്ലാഹു അൻഹു, അൻ യുഗ്ഫറ ലി, എനിക്കൊക്കെ പുറത്തു കിട്ടണം. അങ്ങയുടെ കൈ പിടിച്ച് ഉടമ്പടി ചെയ്യുന്നതോടെ, ദീൻ സ്വീകരിക്കുന്നതോടെ എനിക്ക് പുറത്തു കിട്ടണം. ഖാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അമാ അലിംത യാ അംർ അന്നൽ ഇസ്ലാമ യഹ്ദിമു മാ കാന ഖബ്ലഹ വഇന്നൽ ഹിജ്റത തഹ്ദിമു മാ കാന ഖബ്ലഹാ വഇന്നൽ ഹജ്ജ യഹ്ദിമു മാ കാന ഖബ്ലഹു. അംറേ, നിനക്കറിയില്ലേ, ഇസ്ലാം സ്വീകരിക്കുന്നതോടുകൂടി അതിനുള്ള മുമ്പുള്ള ദോഷങ്ങളെയൊക്കെ അത് തകർത്ത് കളയും. ഹിജ്റ ചെയ്യുന്നതോടുകൂടി ഹിജ്റ ചെയ്യുന്നതിന് മുമ്പുള്ള പാപങ്ങളെയൊക്കെ ആ ഹിജ്റ തകർക്കുമെന്ന്. ഹജ്ജ് ചെയ്യുന്നതോടുകൂടി ആ ഹജ്ജ് ചെയ്യുന്നതിന് മുമ്പ് ചെയ്ത സകല ദോഷങ്ങളെയും ആ ഹജ്ജ് തകർക്കുമെന്ന് അംറേ, നിനക്ക് അറിഞ്ഞുകൂടെ എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം ചോദിച്ചു. عن بريدة رضي الله عنه قال قال رسول الله صلى الله عليه وسلم النفقة في الحج كالنفقة في سبيل الله. ഹജ്ജിന് വേണ്ടി ചെലവഴിക്കുന്ന പണം, സമ്പത്ത് ദൈവമാർഗത്തിൽ ചെലവഴിച്ച പണം പോലെയാണ്. ജനപ്രീതിക്കും പ്രശസ്തിക്കും ഹജ്ജ് ചെയ്യുന്ന ഒരു കാലം വരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഖിയാമത്ത് അടുത്താൽ ധനികന്മാര് യാത്ര നടത്താനും അവധി ആഘോഷിക്കാനും വേണ്ടിയിട്ട് ഹജ്ജിന് പോകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, എത്ര കറക്റ്റാണ്. ഹോളിഡേ സെലിബ്രേറ്റ് ചെയ്യുക എന്നുള്ളത് ഇന്നത്തെ കാലത്തെ ഒരു പ്രയോഗമാണ്. അങ്ങനെ തന്നെ പറയില്ല, അവധി ആഘോഷിക്കുക, ഹോളിഡേ സെലിബ്രേറ്റ് ചെയ്യുക. അതേ വാക്കാണ് പരിശുദ്ധ റസൂൽ പ്രയോഗിക്കുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. പണമുള്ളവർ ഒരു യാത്ര, ഒരു ടൂർ, പേരെന്നെ ചിലർ അങ്ങനെ ആക്കിയാലോ, ഹജ്ജ് ടൂർ എന്ന് പറയുന്നുണ്ടല്ലോ ചിലർ, പേര് പോലും അങ്ങനെ ആക്കിയാലോ. യാത്ര നടത്താൻ വേണ്ടിയിട്ട് ധനികർ ഹജ്ജിന് പോകും, അവധി ആഘോഷിക്കാൻ. കുറച്ച് ദിവസം ഹോളിഡേ കിട്ടി, ഏതായാലും അവിടെ പോയേക്കാം. ഇടത്തരക്കാർ കച്ചവട ആവശ്യത്തിന് വേണ്ടി ഹജ്ജിന് പോകും. സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സാധനങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോയി ചരക്ക് ഹജ്ജിന്റെ ഒരു അവസരം, പണം ഉണ്ടാക്കാനുള്ള അവസരമായിട്ട് ഉപയോഗിക്കും. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പണ്ഡിതന്മാരും ഹജ്ജിന് പോകും, പ്രദർശനത്തിനും പ്രശസ്തിക്കും. ആലിമീങ്ങളുടെ ഹജ്ജ് അങ്ങനെ. പാവങ്ങൾ ഹജ്ജിന് പോകും യാചന നടത്താൻ. അവിടെ ഒരുപാട് ആളുകൾ കൂടുന്ന സ്ഥലമാണ്, നല്ലോണം പണം കിട്ടും, പോയിട്ട് നല്ലോണം യാചിച്ചാൽ. ഇങ്ങനെ 4 കൂട്ടരുടെ ഹജ്ജ്. ധനികരുടെ ഹജ്ജ് യാത്രക്കും അവധി ദിനം കൊണ്ടാടാനാണ്. മുതലുള്ളവർ, ഇടത്തരക്കാർ കച്ചവടത്തിന്, പണ്ഡിതന്മാര് പേരും പ്രശസ്തിയും നേടാൻ, ദരിദ്രരായിട്ടുള്ള ആളുകൾ യാചന നടത്താൻ. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ഹജ്ജ് എന്ന വാക്കിന്റെ അർത്ഥം ഉദ്ദേശം എന്നാണ്. ഖസ്ദ്, ഇറാദത്ത് എന്നൊക്കെയാണ് ഹജ്ജ് എന്ന വാക്കിന്റെ അർത്ഥം. ഉദ്ദേശിക്കുക. എന്ത് ഉദ്ദേശിക്കുക? ബഹുമാന്യമായ സ്ഥാനത്തിന് നേരെ ധാരാളമായി ഉദ്ദേശം വെക്കുക. ബഹുമാനപ്പെട്ട ഒരു സ്ഥാനത്തിലേക്ക് ധാരാളമായിട്ട് ഉദ്ദേശിക്കുക. ബഹുമാനപ്പെട്ട സ്ഥാനം മക്കയാണ്, കഅബയാണ്, പരിസരമാണ്. ധാരാളമായി ഉദ്ദേശിച്ചു. ഹിജ്റ 6-ാം വർഷമാണ് ഹജ്ജ് ഫർളാക്കപ്പെട്ടത്. ഇമാം ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹിയുടെ അഭിപ്രായത്തിൽ ഹിജ്റ 9-ാം വർഷത്തിലോ 10-ാം വർഷത്തിലോ ആണ് ഹജ്ജ് നിർബന്ധമാക്കപ്പെട്ടത്. മുൻകാല സമൂഹങ്ങൾക്ക് ഹജ്ജ് നിർബന്ധമായിരുന്നില്ല. അവരിലെ പ്രവാചകന്മാർക്ക് മാത്രമായിരുന്നു ഹജ്ജ് നിർബന്ധം. അതുകൊണ്ട് ആ കാലഘട്ടങ്ങളിലെ ഉമ്മത്തുകളിലുള്ളവർ, മുൻ അമ്പിയാക്കളുടെ ഉമ്മത്തിൽപ്പെട്ടവർ ഹജ്ജിന്റെ അർക്കാൻ മാത്രം നവാഫിലായിട്ട് നിർവഹിച്ചു പോകും. ഹജ്ജിന്റെ നിർബന്ധ ഭാഗങ്ങൾ സുന്നത്ത് കർമ്മമായിട്ട് നിർവഹിച്ചു. അവർക്ക് ഫർളായിരുന്നില്ല. ഫർളായത് പരിശുദ്ധ നബിയുടെ ഉമ്മത്തിനാണ് സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം. പരിശുദ്ധ നബിയുടെ ഉമ്മത്തിൽ ഇസ്തിതാഅത്തുള്ളവർക്ക്, ശാരീരികവും സാമ്പത്തികവുമായി കഴിവുള്ളവർക്ക് ഹജ്ജ് നിർബന്ധമാക്കപ്പെട്ടു. ഹജ്ജിന്റെ പ്രത്യേകത, ശരീരം കൊണ്ടും ഹൃദയം കൊണ്ടും സമ്പത്ത് കൊണ്ടും ഒരേ സമയം നിർവഹിക്കാൻ കഴിയുന്ന ഏക ഇബാദത്താണ് ഹജ്ജ്. ഹജ്ജിൽ ശരീരം പങ്കെടുക്കുന്നുണ്ട്, ഹൃദയം പങ്കെടുക്കുന്നുണ്ട്, സമ്പത്ത് പങ്കെടുക്കുന്നുണ്ട്. നിസ്കാരത്തിൽ ശരീരമുണ്ട്, ഹൃദയമുണ്ട്, സമ്പത്തില്ല. സക്കാത്തിൽ സമ്പത്തുണ്ട്, ശരീരം ഉണ്ടായിക്കൊള്ളുന്നില്ല. ഒരാൾക്ക് കൊടുത്തേൽപ്പിക്കാൻ പറഞ്ഞാൽ സാധനം കൊടുത്ത മാതിരിയായി പോകും.
ഹജ്ജില് ശരീരമുണ്ട്, ശരീരം ചെയ്യേണ്ട ചടങ്ങുകളുണ്ട്, ഹൃദയമുണ്ട്, ഹൃദയം അറിയണം, ഹൃദയ സാന്നിധ്യം ഉണ്ടാവണം. അതോടൊപ്പം സമ്പത്ത് ചെലവഴിക്കണം. യാത്രികൻ, ഹജ്ജ് യാത്രികന്റെ ഓരോ കാൽവെപ്പിലും, തവാഫിലും, സഅയിലും, അറഫാത്തിലും മുസ്ദലിഫയിലുമുള്ള താമസത്തിലും ഓരോ നന്മ എഴുതി വെക്കും. ഓരോ ദോഷം മായ്ക്കപ്പെടും, ഓരോ പദവി ഉയർത്തപ്പെടും. ഹജ്ജിന് വേണ്ട ഒരുക്കം. ഹജ്ജിന് വേണ്ട ഒരുക്കത്തിൽ എന്താണ് പ്രധാനമായിട്ട് വേണ്ടത്? ഡ്രസ്സൊക്കെ വാങ്ങി റെഡിയാക്കുക, പെട്ടി റെഡിയാക്കുക, കൊണ്ടുപോകാനുള്ള സാധനങ്ങൾ റെഡിയാക്കുക. അവിടെ പോയാലും കുറേരി കഞ്ഞി തന്നെ കുടിക്കണം, അതിന് കുറേരി പാക്ക് ചെയ്യുക, ഉപ്പുമാങ്ങ ഭരണി തയ്യാറാക്കി വെക്കുക, എന്നാലും അങ്ങോട്ട് ഇറങ്ങുള്ളൂ ചോറ്. ഇതൊക്കെയാണ് ചിലരെ സംബന്ധിച്ചിടത്തോളം ഹജ്ജിനുള്ള ഒരുക്കം. ഭക്ഷണം എന്തും കിട്ടിയ മനുഷ്യന് കഴിക്കാവുന്നതാണ്. അവിടെ നിന്ന് പോയാൽ ഭക്ഷണത്തിനൊരു മുട്ടുണ്ടാവില്ല. അവിടെ പോയാൽ സാധാരണ കിട്ടുന്നൊരു നല്ല സാധനമുണ്ട്, ഫൂൽ എന്ന് പറയുന്ന ഒരു സാധനം കിട്ടും. ഒന്നുമില്ല, ഒരു പയറുകൊണ്ട് ഉണ്ടാക്കിയ ഒരു സാധാ സാധനമാണ്. അതും ഹുബ്സും കിട്ടും, പത്തിരിയോ അപ്പോ റൊട്ടിയോ ആർക്കും കഴിക്കും. ഇനി ഇവിടുന്ന് പോകുന്നവർക്ക് ഇന്ന് പല സൗകര്യങ്ങളുണ്ട്, ഭക്ഷണത്തിന് പ്രശ്നമില്ല. ഇന്ന് പോകുന്നവർക്ക് കേരളീയ ഭക്ഷണം തന്നെ കഴിക്കാനുള്ള സൗകര്യമുണ്ട്. അതുകൊണ്ട് അതിനെപ്പറ്റിയൊന്നും ആലോചിച്ച് വേവലാതിപ്പെടണ്ട. ഹജ്ജ് യാത്രക്ക് ഒരുക്കുന്ന ആൾ ആദ്യമായിട്ട് ഒരുക്കി വെക്കേണ്ടത് അത്തരം സംഗതികളല്ല, മറിച്ച് തഖ്വയാണ്. ഇന്നമായ തഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ. അല്ലാഹു മുത്തഖീങ്ങളിൽ നിന്ന് മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. ആദമിന്റെ ഒരു മകനുണ്ടായിരുന്നു ഖാബീൽ, ആദം അലൈഹിസ്സലാമിന്റെ വേറെ മകനുണ്ടായിരുന്നു ഹാബീൽ. ഹാബീൽ നല്ലൊരു മകനായിരുന്നു, ഖാബീൽ വളരെ ദുർവൃത്തനായിരുന്നു. ഖാബീൽ അസൂയ മൂത്തിട്ട് സഹോദരനായ ഹാബേലിനെ വധിച്ചു. ഭൂമിയിൽ ആദ്യം നടന്ന കൊലപാതകമാണത്. ആ സംഭവം പരിശുദ്ധ ഖുർആൻ വിവരിക്കുന്നുണ്ട്. അതിന്റെ കാരണം അസൂയയാണ്, സഹോദരന്മാർക്കിടയിലെ പകയാണെന്ന് പറയുന്നുണ്ട്. അവിടെ തന്നെ ഖുർആൻ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഒരു മനുഷ്യാത്മാവിനെ കാരണം കൂടാതെ വധിച്ചു കളയുന്നവൻ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും കൊല്ലുന്ന കൊലയാളിയാണ് എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്ന സന്ദർഭം ഒരു മനുഷ്യനെയും നോവിക്കാൻ പാടില്ല, വേദനിപ്പിക്കാൻ പാടില്ല. ഏത് മതത്തിൽപ്പെട്ടവരാകട്ടെ, ഏത് വിഭാഗത്തിൽപ്പെട്ടവരാകട്ടെ, മനുഷ്യനെ ആദരിക്കണം, മനുഷ്യനെ ബഹുമാനിക്കണം. മതമേത്, ജാതിയേത്, ജന്മമേത്, രാഷ്ട്രമേത്, ഭാഷയേത്, ഇതൊന്നും വിഷയമേ അല്ല. മനുഷ്യർ ഒരേ കുടുംബത്തിൽപ്പെട്ടവരാണ്. അവരെ മാനിക്കണം, ബഹുമാനിക്കണം എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചുകൊണ്ട് പറയുന്ന ആ ഭാഗം ഈ കാബേലിന്റെ സ്വഭാവമാണ്. ഈ കാബേലിന്റെ സ്വഭാവം പറഞ്ഞുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത് അല്ലാഹു മുത്തഖീങ്ങളിൽ നിന്നേ സ്വീകരിക്കുള്ളൂ. ഈ കാബേലിനെ പോലുള്ള ആൾക്കാരെ ഒന്നും അല്ലാഹു സ്വീകരിക്കില്ല. അപ്പൊ തഖ്വ വേണം. എന്തെങ്കിലും ഒന്ന് സ്വീകരിക്കണമെങ്കിൽ തഖ്വ വേണം. നിസ്കാരം, നോമ്പും, സക്കാത്തും, ഹജ്ജും സ്വീകരിക്കപ്പെടണമെങ്കിൽ തഖ്വ വേണം. ഹജ്ജിന് പോകുന്ന ആള്, ഞാൻ ഓരോരോ വിഷയങ്ങൾ ഓരോന്നായിട്ട് ഇങ്ങനെ സൂചിപ്പിച്ച് പറഞ്ഞു പോകാം. ബന്ധുമിത്രാദികളെ വിളിച്ച് അവരെയും തഖ്വ കൊണ്ട് ഉപദേശിക്കണം. പലർക്കും സമയം കിട്ടാത്ത, ആർക്കും താല്പര്യമില്ലാത്ത ഒരു വിഷയമാണ്. ഞാൻ അങ്ങോട്ട് പോവാ, ഞാൻ നന്നാവല്ല. അവരൊക്കെ വിളിച്ച്, മക്കളെ, കൂട്ടുകുടുംബമേ, ഭാര്യ, സന്താനങ്ങളെ, ഞാനിങ്ങനെ പോവാണ്, നിങ്ങൾ അല്ലാഹുവെ ഭയപ്പെട്ട് ജീവിക്കണം. ഞാൻ വരുന്നവരെ നിങ്ങൾ സൂക്ഷിക്കണം, അതിന് ശേഷവും സൂക്ഷിക്കണം. എന്റെ യാത്ര പോലും നന്നാവാൻ നിങ്ങളുടെ തഖ്വ ആവശ്യമാണ്. നിങ്ങൾ നിസ്കാരത്തിൽ ശ്രദ്ധിക്കണം, നിങ്ങൾ എനിക്ക് വേണ്ടി ദുആ ചെയ്യണം. ഈ ഉപദേശം അടുത്ത ബന്ധുക്കൾക്ക് നൽകാൻ ഹജ്ജിന് പോകുന്ന ആള്, ആണാകട്ടെ പെണ്ണാകട്ടെ, ബാധ്യസ്ഥരാണ്. കടങ്ങൾ എഴുതി സൂക്ഷിച്ചതുണ്ടെങ്കിൽ വീട്ടണം, പുതിയതുണ്ടെങ്കിൽ എഴുതി വെച്ചിട്ടേ പോകാവൂ. വന്നിട്ട് വീട്ടേണ്ട വല്ലതുമാണെങ്കിൽ എഴുതി സൂക്ഷിച്ചിട്ടേ പോകാവൂ. നിഷ്കളങ്കമായ തൗബ നടത്തണം. കളങ്കമില്ലാതെ അള്ളാഹുവിനോട് തൗബ ചെയ്തിട്ട് വേണം ഹജ്ജിനൊരുങ്ങാൻ. എങ്ങനെയായിരിക്കണം ഈ തൗബ? ദോഷങ്ങളിൽ നിന്ന് പിന്തിമെന്ന ദൃഢപ്രതിജ്ഞ ഉണ്ടായിരിക്കണം. ആളുകളുടെ ജീവനോ ധനത്തിനോ അഭിമാനത്തിനോ വല്ല ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് ആളുകളെ കൊണ്ട് പൊരുത്തപ്പെടിപ്പിക്കണം. ഒരാളുടെ മുതല് അപഹരിച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ചു കൊടുക്കണം. ആളുകളുടെ ജീവന് വല്ല ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിന് പരിഹാരം ചെയ്യണം. ആളുകളുടെ അഭിമാനം ദീൻ എപ്പോഴും എടുത്തു പറയുന്ന ഒരു സംഗതിയാണ്. പരിശുദ്ധ നബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴും എടുത്തു പറയുന്ന ഒരു സംഗതിയാണ്. ഇന്നത്തെ കാലത്ത് എല്ലാവരും ഓർക്കേണ്ട സംഗതിയാണ്. ആളുകളെ മുതലിനെ തൊടാൻ പാടില്ല, ആളുകളുടെ ശരീരത്തെ തൊടാൻ പാടില്ല എന്ന് മാത്രമല്ല, പരിശുദ്ധ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആളുകളുടെ അഭിമാനം തൊട്ട് കളിക്കരുത്. ഒരാളുടെ അഭിമാനത്തെ ഒരിക്കലും കളങ്കപ്പെടുത്തരുത്. അഭിമാനത്തെ സ്പർശിക്കരുത്, ഒരാളിൽ വേദനിപ്പിക്കരുത്, അഭിമാനത്തെ തൊട്ട് കളിക്കരുത്. ആരുടെയെങ്കിലും അഭിമാനത്തെ മുറിവേൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് പൊരുത്തപ്പെടിക്കാതെ ഹജ്ജിനാണ്ട് പോയിട്ട് യാതൊരു കാര്യം ഉണ്ടാവില്ല. നാട്ടിലെ മനുഷ്യന്മാരായിട്ടൊക്കെ ജനങ്ങളായിട്ടൊക്കെ തെറ്റും കുറ്റും അതൊക്കെ മൂപ്പര് ഹജ്ജിനാണ്ട് പോയി ഒരു കാര്യം. ഇവിടെ തീർക്കേണ്ടത് ഇവിടെ തീർക്കണം.
നാളെ മരണപ്പെട്ട് ചെന്നാൽ അള്ളാഹുമായുള്ള ബന്ധത്തിൽ വന്നുപോയ വീഴ്ചകൾ അള്ളാഹു പുറത്തു കൊടുക്കും. മനുഷ്യരുമായിട്ടുള്ള ബന്ധത്തിൽ വന്നുപോയ വീഴ്ചകൾ അള്ളാഹു പൊറുക്കില്ല. അതാ മനുഷ്യര് തന്നെ പൊറുക്കണം എന്നാണ് പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. ആരാണ് ഏറ്റവും ഉത്തമനായ മനുഷ്യൻ എന്ന് പരിശുദ്ധ നബിയോട് ഒരിക്കൽ ചോദിച്ചു. എന്തായിരിക്കും നമുക്ക് കയ്യിൽ കൊടുക്കാനുള്ള മറുപടി? ഏറ്റവും നല്ല ആളാരാണ്? ഏറ്റവും കൂടുതൽ നിസ്കരിക്കുന്ന ആള് എന്ന് നബി മറുപടി പറഞ്ഞില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറ്റവും കൂടുതൽ നോമ്പെടുത്ത ആള് എന്ന് നബി മറുപടി പറഞ്ഞില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറ്റവും കൂടുതൽ ഹജ്ജും പുണ്യകർമ്മങ്ങളും ചെയ്ത ആള് എന്ന് പുണ്യ നബി മറുപടി പറഞ്ഞില്ല സല്ലല്ലാഹു. പുണ്യ നബി മറുപടി പറഞ്ഞത് വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ മറ്റൊരാളെയും നോവിക്കാത്തവൻ, അവനാണ് ഈ ലോകത്തെ ഏറ്റവും ഉത്തമ മനുഷ്യൻ. ഇന്നത്തെ മതവിശ്വാസം ഇങ്ങോട്ട് എത്തേണ്ടിയിരിക്കുന്നു. ഇന്നത്തെ മതങ്ങളും മതഘടനകളും സംവിധാനങ്ങളും ഈ ഉന്നതമായ തലത്തിൽ എത്തേണ്ടിയിരിക്കുന്നു. മനുഷ്യബന്ധങ്ങളെ നന്നാക്കാൻ, വർഗീയത വിഭാടനം ചെയ്യാൻ, സമുദായങ്ങൾക്കിടയിൽ അകൽച്ച ഇല്ലാതെയാക്കാൻ, മനുഷ്യ സാഹോദര്യം ഊട്ടിയുറപ്പിക്കാൻ എല്ലാ മതവിശ്വാസികൾക്കും കടമയുണ്ട്, ബാധ്യതയുണ്ട്. അതിനുള്ള വഴി മനുഷ്യത്വം ഉയർത്തിപ്പിടിക്കുക എന്നുള്ളതാണ്. മതവും മനുഷ്യത്വവും തമ്മിൽ വഴിപിരിയരുത്. മതം ദൈവത്തോട് മാത്രമുള്ള വ്യവഹാരമല്ല, സഹജീവികളായ മനുഷ്യരോടുള്ള ബന്ധമാണ് മതത്തിന്റെ രണ്ടാമത്തെ ആധാരശില. മതത്തിന്റെ ഒന്നാമത്തെ ആധാരശില ദൈവത്തോടുള്ള ബന്ധമാണെങ്കിൽ രണ്ടാമത്തെ ആധാരശില മനുഷ്യരോടുള്ള സഹജീവികളോടുള്ള ബന്ധമാണ്. പണം കടം വാങ്ങിയിട്ടുണ്ടെങ്കിൽ തിരിച്ചു കൊടുക്കണം. വല്ല പ്രശ്നങ്ങളും ബുദ്ധിമുട്ടും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പറഞ്ഞു തീർക്കണം. ആളുകളെ പറഞ്ഞ് തൃപ്തിപ്പെടുത്തി പൊരുത്തപ്പെടിക്കണം. ഹലാലായ സമ്പാദ്യം കൊണ്ട് മാത്രമേ ഹജ്ജിന് പോകാവൂ. ഏതെങ്കിലും വല്ല വഴിക്കുണ്ടാക്കിയ സമ്പത്ത് കൊണ്ട് ഹജ്ജിന് പോയാൽ ആ ഹജ്ജ് സ്വീകാര്യമല്ല. തട്ടിപ്പറിച്ചുണ്ടാക്കിയത്, അന്യന്റെ അവകാശം കവർന്നത്, യതീമിന്റെ മുതലെടുത്തുണ്ടാക്കിയത്, സ്വത്ത് ഓഹരി വെച്ചപ്പോ കുടുംബത്തിലെ വേറെ ആർക്കൊക്കെയോ പോകേണ്ടത് കരുതിക്കൂട്ടി അതിക്രമം കാണിച്ചിട്ട് സ്വന്തമാക്കി വെച്ചത്, വളപ്പുകള്, ഭൂമികള്, സമ്പാദ്യങ്ങള്, പലിശ വഴി സമ്പാദിച്ചത്, ചൂഷണം ചെയ്ത് സമ്പാദിച്ചത്, അഴിമതിപ്പണമായിട്ട് സമ്പാദിച്ചത്, കൈക്കൂലിയായിട്ട് വാങ്ങിയത്, ഇതൊക്കെ വൃത്തികെട്ട പണമാണ്. വൃത്തികെട്ട പണം ഹജ്ജിന് മുടക്കാല, ഹജ്ജ് സ്വീകരിക്കപ്പെടുകയില്ല. ഇന്നല്ലാഹ തയ്യിബുൻ ലാ യഖ്ബലു ഇല്ലാ തയ്യിബ. അല്ലാഹു പരിശുദ്ധനാണ്, പരിശുദ്ധമായതേ അവൻ സ്വീകരിക്കൂ. പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി ചെയ്യുകയാണ്, പരിശുദ്ധമായ പാഥേയവുമായി ഒരാൾ യാത്ര പുറപ്പെടുകയും വാഹനത്തിൽ കയറിയിട്ട് ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക്, നിന്റെ വിളിക്കിതാ ഞാൻ ഉത്തരം നൽകി എന്ന് പറയുകയും ചെയ്യേണ്ട താമസം, അല്ലാഹുവേ നിന്റെ വിളി കേട്ട് ഞാൻ എത്തുന്നു എന്ന് പറയേണ്ട താമസം, ഉച്ചത്തിൽ ലബ്ബൈക് ചൊല്ലേണ്ട താമസം, ആകാശത്തിൽ നിന്ന് ഒരു മലക്ക് വിളംബരം ചെയ്യും, നിനക്ക് ഉത്തരം നൽകപ്പെട്ടിരിക്കുന്നു. എന്തുകൊണ്ടാണെന്നറിയുമോ? നീ കൊണ്ടുവന്ന ധനം ഹലാൽ, നീ കയറി വന്ന വാഹനം ഹലാൽ, നിന്റെ ഹജ്ജാകട്ടെ പുണ്യമായി കുറ്റമറ്റതായി. കാരണം നീ ഇതിന് മുടക്കിയ മുതല് ഹലാലായ മുതലാണ്, അതുകൊണ്ട് നിന്റെ ഹജ്ജ് ശരിയായ ഹജ്ജായി എന്നൊരു മലക്ക് വിളംബരം ചെയ്യുമെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. മുതല് ചീത്തയാണെങ്കിലോ, ചീത്ത മുതലും കൊണ്ടാണ് പോയതെങ്കിലോ ലബ്ബൈക്ക് ചൊല്ലേണ്ട താമസം, ആകാശത്തിനൊരു മലക്ക് പറയും നിന്റെ വിളിക്ക് ഉത്തരമില്ല, അള്ളാഹുവിന്റെ അനുഗ്രഹം നിന്നെ തഴുകുകയില്ല, നീ കൊണ്ടുവന്ന ധനം ഹറാം, നിന്റെ സമ്പാദ്യം ഹറാം, നിന്റെ ഹജ്ജ് സ്വീകാര്യമല്ല എന്ന് മലക്ക് വിളിച്ചു പറയും. അതുകൊണ്ട് ശുദ്ധമായ മുതൽ, നല്ല കാര്യത്തിന് നല്ലത്. ഇതിന്റെ ലോജിക്ക് വളരെ ക്ലിയറാണ്, ഇതിന്റെ തത്വശാസ്ത്രം വളരെ ലളിതമാണ്. നല്ലതിന് നല്ലത്, ഹജ്ജ് ഏറ്റവും നല്ല കാര്യം, അതിനുവേണ്ടി മുടക്കുന്നത് ഏറ്റവും നല്ല പൈസ. അല്ലാതെ വൃത്തികെട്ട പണം വഴി ഹജ്ജിന് പോകാമെന്ന് ആരും വിചാരിച്ചിട്ട് വെറുതെ ആ പൈസ നശിപ്പിക്കണ്ട. ആ പൈസ വേറെ വല്ല എന്തെങ്കിലും മ്ലേച്ഛമായിട്ടുണ്ടാക്കിയത് വേറെ വല്ല കാര്യത്തിന് ഉപയോഗിക്കലായിരിക്കും ഉത്തമം. ഹജ്ജിന് പോകുകയാണെങ്കിൽ തൗബ ചെയ്ത് നല്ല പണം കൊണ്ടേ ഹജ്ജിന് പോകാൻ സാധ്യമാവുകയുള്ളൂ. ഹജ്ജിന് പോകാൻ ഒരാൾ ഉദ്ദേശിച്ചാൽ കഴിയുന്നിടത്തോളം വേഗം പോകും, നീട്ടിവെക്കരുത്. മൻ കാന യുരീദുൽ ആജില അജ്ജൽനാ ലഹു ഫീമാ നശാഉ ലിമൻ യുരീദ് ثم جعلنا له جهنم يصلاها مذموما مدحورا ومن أراد الآخرة وسعى لها سعيها وهو مؤمن فأولئك كان سعيهم مشكورا. പരിശുദ്ധ ഖുർആൻ അല്ലാഹു പറയുന്നു, ആരാണോ ഐഹിക ജീവിതം ലക്ഷ്യമാക്കുന്നത് അവരിൽ നാം ഉദ്ദേശിക്കുന്നവർക്ക് നാം നിശ്ചയിച്ച് കൊടുത്തത് അവിടെ വെച്ച് തന്നെ നാം ത്വരിതപ്പെടുത്തി കൊടുക്കും, വേഗാക്കി കൊടുക്കും.
പിന്നീട് നാം അവന് നൽകുക നരകമാണ്. നിന്ദനും അഭിശപ്തനുമായിക്കൊണ്ട് അവനതിൽ ബന്ധിരിക്കും. എന്നാൽ ആരെങ്കിലും പരലോക ജീവിതം ലക്ഷ്യമാക്കുന്നുവെങ്കിൽ, അതിനായി പരിശ്രമിക്കുകയും ചെയ്യുന്നുവെങ്കിൽ അവരുടെ പ്രയത്നം സ്വീകാര്യമായിരിക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ അല്ലാഹു പറഞ്ഞു. യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങുമ്പോൾ ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ, യാത്രയെ പറ്റിയൊക്കെ മനസ്സിലാക്കണം. യാത്രയിൽ ചില്ലറ വിഷമങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ വളരെ സഹനത്തോടുകൂടി അതിനെ നേരിടാൻ പഠിക്കണം. ഹജ്ജിന് പോകുന്ന സമയത്ത് അവിടെ ഇവിടെ ചില വിഷമങ്ങളൊക്കെ ഉണ്ടാവും. ഹജ്ജ് ഒരു അച്ചടക്ക സംവിധാനമാണ്. ആ അച്ചടക്കം ശീലിക്കേണ്ടി വരും. യാത്ര നരകത്തിന്റെ ഒരു കഷ്ണമാണ് എന്ന് പരിശുദ്ധ റസൂൽ. ഈ ഹദീസ് എത്രയോ യാത്രകളിൽ ഈ വിനീതൻ ഓർത്തിട്ടുണ്ട്. ഇന്നെല്ലാ സൗകര്യങ്ങളും യാത്രയിൽ വർദ്ധിച്ചു. എന്നാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ വാക്കായിട്ട് ലോകാവസാനം വരെ തന്നെ ഉണ്ടാവും. എന്ത് സൗകര്യം വർദ്ധിച്ചാലും ഈ യാത്രക്ക് ചില ക്ലേശങ്ങളുണ്ട്. യാത്ര നരകത്തിന്റെ ഒരു ഭാഗമാണ്. ഒരിടങ്ങേറ് യാത്രയിലൊക്കെ ഉണ്ടാവും, ചില്ലറ ഇടങ്ങേറുകളൊക്കെ ഉണ്ടാവും. അള്ളാഹു ഇടങ്ങേറൊന്നുമില്ലാത്ത യാത്ര പ്രദാനം ചെയ്യുമാറാകട്ടെ. പ്രാർത്ഥിക്കാം, അള്ളാഹു എളുപ്പമാക്കി തരും. ഈ ഹജ്ജിന് ഉദ്ദേശിച്ച സഹോദരങ്ങൾ ഇവിടെ ധാരാളമുണ്ട്. ഈ ഹജ്ജ് യാത്ര വളരെ ലളിതമാക്കി തരണമേ അല്ലാഹ്. ഒരു ബുദ്ധിമുട്ടും ക്ലേശവും ഇല്ലാതെ സൗകര്യപൂർണ്ണമാക്കി തരണമേ അല്ലാഹ്. എന്നാൽ എന്തെങ്കിലും ചെറിയൊരു ക്ലേശം ഉണ്ടാകുമ്പോഴേക്ക് വിഷമിക്കല്ല വേണ്ടത്. അതിനെ ത്യാഗത്തോടെ സഹനത്തോടെ നേരിടാൻ പഠിക്കണം. ഹജ്ജിലേക്ക് പോകുമ്പോൾ പഠിക്കണം. പഠിക്കാന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, അതുകൊണ്ട് വിശദീകരിക്കുന്നില്ല. മുറകൾ മാത്രം പഠിച്ചാൽ പോലെ ഹജ്ജിന്റെ പശ്ചാത്തലം പഠിക്കണം, ചരിത്രം പഠിക്കണം. ഇന്നതിന് പണ്ടത്തെ പോലെയല്ല, ധാരാളം സൗകര്യങ്ങളാണ്. എത്രയോ സൗകര്യങ്ങളാണ് ഹജ്ജിനെ കുറിച്ച് പഠിക്കാൻ. ഹജ്ജ് പഠന ക്യാമ്പുകളും ക്ലാസുകളും തന്നെ ധാരാളമാണ്. ഹജ്ജിന് പോകാനുള്ള സൗകര്യം തന്നെ ധാരാളമാണ്. പണ്ടത്തെ മാതിരില്ല. ഓരോന്നിന്റെയും ചരിത്രം പഠിക്കുക. കഅബ, സഫാ, മർവ, ഹജറുൽ അസ്വദ്, മഖാം ഇബ്രാഹിം, സംസം കിണർ, മിന, ജംറ, അറഫ, ഹിറാ ഗുഹ, സൗർ ഗുഹ കുടികൊള്ളുന്ന മല. അവിടെ ഒന്നും പോയിട്ട് ഹജ്ജ് കർമ്മങ്ങളൊന്നുമില്ല. എന്നാലും ഞാൻ പറയണം, സൗർ ഗുഹയുടെ അടുത്ത് പോകേണ്ട കാര്യം ഹജ്ജിന്റെ കർമ്മങ്ങളുടെ ഭാഗമായിട്ടില്ല. ഹിറാ ഗുഹയുടെ അടുത്തൊന്നും ചെയ്യാനില്ല. എന്നാലും ആ ചരിത്രമുള്ള മണ്ണിലേക്ക് പോകുമ്പോ ആ മണ്ണിന്റെ ചരിത്രം, മദീന നഗരി, അവിടുത്തെ മസ്ജിദുകൾ, മസ്ജിദ് ഖുബ, മസ്ജിദുൽ ഖിബ്ലത്തൈൻ, മസ്ജിദുൽ ജുമുഅ, മസ്ജിദുൽ ഗമാമ, മസ്ജിദുൽ ഇജാബ, ഈ ചരിത്രമൊക്കെ പഠിച്ചിട്ട് പോകുമ്പോ അവിടെ കത്തി കാല് കുത്തുമ്പോ അനുഭവം വളരെ വ്യത്യസ്തമായിരിക്കും. വളരെ അത്ഭുതകരമായ അനുഭവമായിരിക്കും. കഅബ അതെങ്ങനെ നിർമ്മിക്കപ്പെട്ടു, എന്താണ് ഇതിന്റെ ചരിത്രം? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കഅബ നിർമ്മിച്ചത് സഫാ മർവ കുന്നുകൾ. ഹാജറ റളിയല്ലാഹു അൻഹ ഓടിയത് കുഞ്ഞുമകന് വെള്ളം തേടിക്കൊണ്ട്. പിതാവ് മരുഭൂമിയിൽ തനിച്ചാക്കിയിട്ട് പോയ ഹാജറ തന്റെ മകന് വേണ്ടി ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി ഓടിയത്. ആ ഓടിയതിനെ ഓർത്തുകൊണ്ടുള്ള സഅയ്, ആ ചരിത്രം ഓർക്കണ്ടേ? മഖാം ഇബ്രാഹിം, അവിടെ കയറുന്നുകൊണ്ടാണ് ഇബ്രാഹിം കല്ലുകൊണ്ട് കഅബ നിർമ്മിച്ചത്. കല്ലുകൾ എടുത്ത് കൊടുക്കാൻ വേണ്ടി പുത്രൻ ഇസ്മായിൽ കൂടെ നിന്നത്. സംസം കിണർ ഇസ്മായിലിന്റെ കാൽപ്പാടുകളിൽ നിന്ന് പൊട്ടി ഒഴുകിയ ലോകത്തിലെ അത്ഭുതമായ ജലധാര, ആശ്ചര്യകരമായ ജലസ്രോതസ് സംസം. ലക്ഷങ്ങൾ കുടിച്ചിട്ടും കോടികൾ കുടിച്ചിട്ടും കോടികളെ കുടിപ്പിച്ചിട്ടും ഉറവ പറ്റാതെ നിലകൊള്ളുന്ന സംസം. ആ സംസമിന്റെ മാത്രം ചരിത്രം പഠിച്ചാൽ കോരിത്തരിച്ചു പോകും. അവിടെ ചെല്ലുമ്പോ അത്ഭുതകരമായ സംസം. ജംറ, അവിടെ മിനായിലെ ജംറ, മിന എന്ന് പറയുന്ന പ്രദേശം, ഇബ്രാഹിം നബി അലൈഹിസ്സലാം മകനെ ബലിയെറുക്കാൻ വേണ്ടി കൊണ്ടുപോയ മിന. എന്തിനാണ് 3 കല്ലുകളിൽ സ്തൂപങ്ങളിൽ എറിയുന്നത്? പൈശാചിക പ്രേരണകളോടുള്ള വിമുഖത, പൈശാചിക പ്രേരണകളെ വെടിയാണ്. അല്ലാതെ 3 തൂണുമ്പോ കല്ലെറിയാന്നുള്ളതല്ല. അത് പ്രതീകാത്മകമായിട്ടുള്ള ചടങ്ങാണ്. പിശാചിനെറിയല്ല, പിശാചിന്റെ ചിഹ്നങ്ങൾ എറിയാണ്. പിശാചിന്റെ ചിഹ്നങ്ങളെ എറിയുകയാണ്. അത് എറിഞ്ഞു കഴിയുമ്പോൾ ഒരു മുഅ്മിനായ ഹാജിയായ മനുഷ്യന് തോന്നണം, എന്താണ്, ഓ, എന്റെ പൈശാചികതകളോടൊക്കെ ഞാൻ ഇന്ന് വിട പറഞ്ഞു. എന്റെ പൈശാചികതകളെ ഞാൻ അവിടെ വിട്ടേച്ചു പോന്നു. പിശാചിനെ ഞാൻ എറിഞ്ഞു തോൽപ്പിച്ച് പരാജയപ്പെടുത്തി. ഞാൻ എന്റെ റബ്ബിന്റെ മാർഗത്തിലേക്ക് അടഞ്ഞിരിക്കുന്നു. മകനായ ഇസ്മായിലിനെ ബലിയർപ്പിക്കാൻ വേണ്ടി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം കൊണ്ടുപോകുമ്പോ ഇബ്ലീസ് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ച അതേ സ്ഥലത്താണ് അന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇബ്ലീസിനെ എറിഞ്ഞു കല്ലെടുത്തുകൊണ്ട്. അതേ സ്ഥലത്ത്, ആ ചരിത്രം അറിയണ്ടേ? അതേ സ്ഥലത്താണ് ഇന്ന്
ഹാജിമാർ 3 സ്തൂപങ്ങളെ ജംറയിൽ എറിയുന്നത്. അറഫയുടെ ചരിത്രം അറിയണ്ടേ? അറഫ മൈതാനിയിലാണ് ഭൂമിയിലേക്ക് ബഹിഷ്കരിക്കപ്പെട്ട് ഭൂമിയിലേക്ക് വന്ന മനുഷ്യരുടെ ആദിപിതാവായ ആദം പത്നിയായ ഹവ്വാവിനെ കാണാതെ, ഹവ്വാ ഭർത്താവായ ആദമിനെ കാണാതെ ഭൂഗോളത്തിലെ ഗ്രാമങ്ങൾ, നഗരങ്ങൾ, പർവ്വതങ്ങൾ, മാമലകൾ കയറിയിറങ്ങിയിട്ട് അന്വേഷിച്ച് അവശരായി നീങ്ങിയ ഭാര്യാഭർത്താക്കളെ, ആദിപിതാവിനെ, ആദിമാതാവിനെ അല്ലാഹു കണ്ടുമുട്ടിച്ചത് അറഫ മൈതാനിയിൽ വെച്ചാണ്. അറഫ എന്ന് പറഞ്ഞാൽ അറിഞ്ഞു എന്നാണ് അറബിയിൽ അർത്ഥം. റെക്കഗ്നൈസ് ചെയ്തു, തിരിച്ചറിഞ്ഞു, കണ്ടുമുട്ടി, അറിഞ്ഞു. അവർ രണ്ടാളും അറിഞ്ഞു, രണ്ടാളും കണ്ടുമുട്ടി. അറഫ അറിയണ്ടേ? ചരിത്രം അറിയണ്ടേ? അറിയപ്പെട്ട ഹദീസ് പ്രകാരം നാളെ മഹ്ശറ മൈതാനി, അറഫ മൈതാനിയിലായിരിക്കുമെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം. ചരിത്രം അറിയണ്ടേ? ചരിത്രം അറിഞ്ഞിട്ട് വേണം ഹജ്ജിന് പോകാൻ. ഹിറാ ഗുഹ, ലോകത്തിന് വെളിച്ചം നൽകിയ ഹിറാ ഗുഹ കുടികൊള്ളുന്ന ജബലുന്നൂർ, ഗാർ ഥൗർ, പുണ്യനബി അബൂബക്കറിനോടൊപ്പം റളിയല്ലാഹു അൻഹു ഒളിഞ്ഞിരുന്ന ഹിജ്റ മാർഗത്തിലെ ഥൗർ ഗുഹ കുടികൊള്ളുന്ന ഗാർ ഥൗർ പർവ്വതം. ഹിജ്റയുടെ റൂട്ട് മക്കയിൽ നിന്ന് മദീനയിലേക്ക് കടന്നു പോകുമ്പോൾ ഏകദേശം ആ വഴിക്ക് തന്നെയാണ്. അല്പം തെറ്റിയിട്ട് ചില ഭാഗത്താണെങ്കിലും പരിശുദ്ധ നബിയുടെ ഹിജ്റയുടെ റൂട്ട് സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം. പഠിച്ചോളൂ. ലോകത്ത് ഒരുപാട് കാര്യത്തിന് സമയം ചെലവഴിക്കണില്ലേ? ഇതിനല്പം സമയം ചെലവഴിച്ചോളൂ. എത്ര അനാവശ്യങ്ങൾ നിങ്ങൾ ചെലവഴിക്കണം, എത്ര അനാവശ്യം പഠിക്കാൻ നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി വർഷം ഒരുപാട് പണം ചെലവഴിക്കണം. ലെറ്റ് us study this. ഇതൊന്ന് പഠിച്ചോളൂ. 2 ലോകത്തേക്കും കൊണ്ടുപോകുന്ന ഏറ്റവും വിലപ്പെട്ട ഈ വിജ്ഞാനങ്ങൾക്ക് വേണ്ടി അല്പസമയം ഹജ്ജ് ചെയ്തു വന്നാലുള്ള നേട്ടങ്ങൾ എന്താണ്? ഒരു പുതിയ ജീവിതം കിട്ടും. വിശദീകരിക്കേണ്ടതാണ്, ഞാൻ ചുരുക്കി പറയാണ്. ഹൃദയത്തിൽ ഒരു വിളക്ക് കത്തും, തഖ്വയുടെ ഒരു വിളക്ക്. തർബിയത്തിന്റെ ഒരു സംവിധാനം കിട്ടും, സംസ്കരണത്തിന്റെ ഒരു സംവിധാനം. ഹജ്ജ് ഒരു വലിയ വിപ്ലവത്തിന് വിധേയനായി വരും. ഹജ്ജ് ഒരു വിപ്ലവമാണ്. ഒരുപാട് പാഠങ്ങൾ പഠിക്കും. അച്ചടക്കത്തിന്റെ പാഠം, വിനയത്തിന്റെ പാഠം, സഹനത്തിന്റെ പാഠം, ത്യാഗത്തിന്റെ പാഠം, സമത്വബോധത്തിന്റെ പാഠം, സാഹോദര്യത്തിന്റെ പാഠം, ദുർബലരോട് അനുകമ്പ കാണിക്കണമെന്ന പാഠം, സ്നേഹപഥങ്ങൾ താണ്ടണമെന്ന പാഠം. ഹജ്ജ് സ്നേഹം, ദൈവിക സ്നേഹം. അല്ലാഹുവിനോടുള്ള മഹബ്ബത്ത് മൂക്കുമ്പോ അതിന്റെ പേര് ഹജ്ജ്. അല്ലാഹുവിനോടുള്ള സ്നേഹം ഹൃദയക്കടലിൽ അലയിട്ടടിക്കുമ്പോ അതിന്റെ പ്രകടനം ഹജ്ജ്, അതിന്റെ ആവിഷ്കാരം ഹജ്ജ്. ഹജ്ജ് തൗഹീദിന്റെ അനുഭവ സാക്ഷ്യം, അല്ലാഹുവിനെ ബോധ്യപ്പെടുന്ന ഏറ്റവും വലിയ ഇബാദത്ത് കർമ്മം. അതുകൊണ്ട് തഖ്വയുടെ ശക്തിയുമായിട്ട് തിരിച്ചു വരും, ഈമാനിന്റെ മാധുര്യവുമായിട്ട് തിരിച്ചു വരും. കാരക്കയുടെ മാധുര്യവുമായിട്ട് മാത്രമല്ല, കൊണ്ടുവരുന്ന ഉണക്കക്കാരക്ക, ഹാജി കൊണ്ടുവരുന്ന ഉണക്കക്കാരക്കയുടെ ഒരു ചീന്ത് കിട്ടാൻ ബന്ധുക്കൾ കാത്തു നിൽക്കുന്നത് ഭയങ്കര മധുരമാണ്, ഭയങ്കര സമ്മാനമാണ്. അതിനേക്കാൾ വലിയ മധുരം ഹാജിയുടെ അകത്തുണ്ട്, ഈമാനിന്റെ മധുരം. ഹാജിയായ ആണും പെണ്ണും ഈമാനിന്റെ മധുരം കൊണ്ടുവന്നു. മക്കളെ, ബാപ്പ ഹജ്ജിന് പോയിട്ട് എന്ത് കൊണ്ടുവന്നു എന്ന് മക്കള് ചോദിക്കുമ്പോ പറയണം, മോനെ മോളെ ഈമാനിന്റെ മധുരിമ കൊണ്ടുവന്നു, തൗഹീദിന്റെ ശക്തി കൊണ്ടുവന്നു, തഖ്വയുടെ കരുത്ത് കൊണ്ടുവന്നു, ഹുബ്ബുൻ നബിയുടെ സുഗന്ധം കൊണ്ടുവന്നു. സല്ലല്ലാഹു അലാ മുഹമ്മദ്. നിശ്ചിത ദിവസങ്ങളിൽ ഇഹ്റാം എടുത്തുകൊണ്ട് കഅബ തവാഫ്, സഫാ മർവക്കിടയിലെ സഅയി, അറഫയിലെ നൃത്തം, മുസ്ദലിഫയിലെ പാർക്കൽ, മിനായിലെ കല്ലെറിയൽ തുടങ്ങിയ പ്രത്യേക കർമ്മങ്ങൾ ചെയ്യുന്നതിനെയാണ് ഹജ്ജ് എന്ന് പറയുന്നത്. അതിന്റെ അർത്ഥം ഞാൻ നേരത്തെ പറഞ്ഞു, ഉദ്ദേശം. ഉംറ എന്താണ്? ഉംറ പെട്ടെന്ന് പറഞ്ഞു പോകണം. ഇഹ്റാം സ്വീകരിച്ചുകൊണ്ട് തവാഫ്, സഅയി മാത്രം. അപ്പൊ ഉംറയിലെ തവാഫും സഅയും മാത്രമേ ഉള്ളൂ. ഉംറ ഒരു ചെറിയ ഹജ്ജാണ്. എന്താണ് ഇഹ്റാം?